നമസ്കാരം. കൻഹ കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൻഹ കാസ്റ്റിലെ നമ്മുടെ അതിഥി ബ്രദർ ശശിധരൻ പിള്ള. അദ്ദേഹം കൊല്ലം റീജിയനിലെ സോണൽ കോർഡിനേറ്ററാണ്. നമുക്ക് അദ്ദേഹത്തെ കൂടുതലായി പരിചയപ്പെടാം. സ്വാഗതം ബ്രദർ. നമസ്തേ. നമുക്ക് ഇപ്പൊ എത്ര നാളായി ഹാർട്ട്ഫുൾനെസ് പരിശീലനം? 25 വർഷത്തോളം ആവുന്നു. ഓക്കെ. 1997 എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യാനുള്ളൊരു അവസരം വന്നത്. ഓക്കെ. അതെപ്പോഴായിരുന്നു? അത് ശരിക്കും എൻ്റെ ജോലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലായിരുന്നു. അപ്പം ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ എനിക്ക് ട്രെയിനറായിട്ട് അസൈൻമെൻറ്റ് കിട്ടി. ബാങ്കിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഫാക്കൽറ്റി ആയിട്ട് എടുത്തു തന്നെ. അപ്പം ഞങ്ങൾക്ക് ഫാക്കൽറ്റി ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡൽഹിക്ക് അപ്പുറത്തുള്ള ഗുഡ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന് പോകുന്നത്. അപ്പം എന്നെ ട്രെയിനറായിട്ട് എടുത്തിട്ട് അപ്പോൾ എനിക്ക് 5 തവണ പോകേണ്ട രീതിയിലുള്ളൊരു ട്രെയിനിങ്ങിന് എന്നെ സെലക്ട് ചെയ്തു. അത് അവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഈ മെഡിറ്റേഷൻ ഒരാൾ ഇരുന്ന് അവിടെ ആൾക്കാരൊക്കെ ഇരുത്തി ഇരുന്ന് എന്തോ ചെയ്യുന്ന കണ്ടു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇത് മെഡിറ്റേഷൻ പഠിപ്പിക്കുകയാണെന്ന് പറയുകയും ഞാൻ അവിടെ ചെന്നിട്ട് എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കുമെന്ന് പറയുകയും ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഈ 5 തവണ എന്ന് പറയുമ്പോൾ ഒരു 1.5 മാസം ഗ്യാപ്പിലായിരിക്കും നമ്മൾ വീണ്ടും ചെല്ലുന്നത്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും കൂടെ കൂടിയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ചേർന്നപ്പോൾ ഇതിലെന്തോ വിശേഷതയുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം പറയുന്ന പോലെയൊക്കെ ചെയ്യുകയും എന്നോട് പറഞ്ഞു, അത് നിങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്നാണ് അപ്പം ഞാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെ സഹജമാർഗമുണ്ട്. അത് അപ്പോൾ അങ്ങനെ ഉള്ളൊരു തുടക്കമാണ്. പക്ഷെ അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ നോക്കി നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഉണ്ടാകാനുള്ള കാര്യം ചെറുപ്പത്തിലെ അമ്മയൊക്കെ രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പം ഹരിനാമ കീർത്തനം ചൊല്ലും ഇങ്ങനെ ഉറക്കെ. അപ്പോൾ എനിക്കൊരു 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഏറെക്കുറെ അമ്മയുടെ കേട്ട് പറയാൻ കഴിയുന്ന ഒരു സ്റ്റൈലെത്തി. പിന്നെ കുറച്ചുകൂടെയൊക്കെ വിദ്യാഭ്യാസം ചെയ്തപ്പോഴത്തേക്കും ഇതിന് അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് തോന്നി. ആ അർത്ഥം കണ്ടുപിടിക്കാൻ ചില പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. ഒന്നും അധികം മനസ്സിലായില്ലെങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാവുകയും ചിലരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. പിന്നെ പുരാണങ്ങൾ വായിക്കാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ പുരാണങ്ങളൊക്കെ രാമായണം ഭാഗവതമൊക്കെ വായിക്കുകയും അതിലുള്ള ചില ക്യാരക്ടേഴ്സിനെയൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പം ധ്രുവൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വളരെ അത് അമ്മയും അച്ഛനൊക്കെ കഥ പറഞ്ഞതിൽ നിന്ന് കിട്ടിയൊരു പ്രചോദനമാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ പോയി അമ്പലങ്ങൾ പല സ്ഥലത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ തേടി പോയിക്കൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിൽ ചില ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ വന്നു. ഇപ്പം നമ്മളിത് രാമായണ ഭാഗത്തൊക്കെ വായിക്കുമ്പോൾ ഒരാൾ തപസ് ചെയ്തു മോക്ഷപ്രാപ്തി കിട്ടിയെന്ന് പറയും. പക്ഷെ അതിൽ നോക്കുമ്പോൾ ഇത് എങ്ങനെ തപസ് ചെയ്തു എന്നോ ഈ മോക്ഷപ്രാപ്തി കിട്ടിയോണ്ടുള്ള ഗുണം എന്താണോ, ഇതൊക്കെ സംശയങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കവെയാണ് ചിന്മയാനന്ദ സ്വാമികൾ നടത്തുന്ന പ്രഭാഷണങ്ങൾ കേൾക്കാനിട വന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവത്ഗീത പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ചയെങ്കിലും ഒരു സ്ഥലത്ത് വന്നിട്ട് ഭഗവത്ഗീതയുടെ ഒരു ചാപ്റ്റർ എടുക്കും, ഏതെങ്കിലും ഒരു ഉപനിഷത്തും ആ സമയം കൊണ്ട് കവർ ചെയ്യും. അങ്ങനെ ഒരാഴ്ച ഇതിന് അവസരം കിട്ടുകയും എനിക്ക് പിന്നെയും ഇതിലേതാണ്ട് ഇതുവരെ ഞാൻ അന്വേഷിച്ച് നടന്നതിൽ ഒരു ഭാഗം ഇവിടെ ഉണ്ടല്ലോ എന്ന് തോന്നിയൊരു അനുഭവം ഉണ്ടായി. അങ്ങനെ ഞാൻ അവരുടെ ചില പരിപാടികളൊക്കെ പങ്കെടുക്കുക. ഈ ഒരു പ്രിസെപ്റ്റർ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ ഗുർഗാവില്. അദ്ദേഹം എവിടുത്തെ? അദ്ദേഹത്തിന്റെ ശരിക്കുള്ള സ്ഥലം ഹൈദരാബാദായിരുന്നു. അപ്പൊ അദ്ദേഹം ഞങ്ങൾ SBI ആ സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിലുള്ള പല സ്ഥലത്തു നിന്നായിരിക്കും ഓഫീസേഴ്സ് വരിക ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. എല്ലാവരും ഫാക്കൽറ്റി ട്രെയിനിങ് പ്രോഗ്രാമിന് വന്നിരിക്കുക. അദ്ദേഹമാണ് എന്നെ ഇൻട്രൊഡ്യൂസ്. അപ്പൊ അവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു പാർട്ടിസിപ്പന്റ് തന്നെ പ്രിസെപ്റ്ററായിരുന്നു. അങ്ങനെ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പ്രചോദനം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം ഇതൊക്കെ ചെയ്താലും ഒരാൾ ഇപ്പം എല്ലാ മാസങ്ങളും ചെല്ലുമ്പോൾ അന്ന് അദ്ദേഹം ചോദിക്കും,
അവിടെ സത്സംഗത്തിന് പോകുന്നുണ്ടോ, ഞാൻ തന്ന പുസ്തകം വായിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അവരെന്നെ ഫോളോ അപ്പ് ഫോളോ ചെയ്യും. അപ്പ് ചെയ്യും. ഓക്കെ. അപ്പൊ പിന്നീട് നാട്ടിൽ വന്നതിന് ശേഷമാണോ സാധനയൊക്കെ എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് നമുക്കൊരു സെന്റർ ഉണ്ട് ആ സമയത്ത്. ഓക്കെ. അതൊരു സ്കൂളിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഞാൻ പോകാൻ തുടങ്ങി ശനിയും ബുധനും ഒക്കെ. ഇപ്പം ട്രെയിനിങ് സെന്റർ ആയതുകൊണ്ട് എനിക്കൊരു ബ്രാഞ്ചിനെ അപേക്ഷിച്ച് ചില അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും. അപ്പം എനിക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ചെയ്തിട്ട് ഞാൻ ഇതിന് ബുധനാഴ്ചയൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഏറെക്കുറെ അത് ക്രമമായി അത് സ്റ്റേബിൾ ആയി തുടങ്ങി ആ സമയത്ത്. പിന്നെ എങ്ങനെ ആശ്രമങ്ങളൊക്കെ അന്ന് വിസിറ്റ് ചെയ്യായിരുന്നു? അവിടെ ശരിക്കും എനിക്ക് അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ വന്നത് കരുനാഗപ്പള്ളി. അവിടെ ചുറ്റുപാടും ഒന്നും ഈ പ്രസ്ഥാനം ഇല്ല. പിന്നെ ഉള്ളത് കൊല്ലത്തൊരു സെന്റർ അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴും നമ്മൾ സിറ്റിംഗ് എടുക്കാൻ അവിടെയാണ് പോകേണ്ടത്. കരുനാഗപ്പള്ളിയും കൊല്ലം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ്. വലിയ ദൂരം ഇല്ലെങ്കിലും നമുക്കൊരു ഒഴിവ് ദിവസങ്ങളിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കവേ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നി എൻ്റെ ഈ സാധനമൊക്കെ ചെയ്യാനുള്ള ഈ അവസരം പോവോ ഇങ്ങനെ ഭയന്നിരിക്കുമ്പോൾ ഒരു പ്രിസെപ്റ്ററായ ഒരാൾ അടുത്ത ഒരു ബാങ്കിൻ്റെ മാനേജറായിട്ട് അവിടെ എത്തി. അപ്പോൾ അത് കാരണം എനിക്ക് വീണ്ടും എനിക്ക് ഏതാണ്ട് തേടി വന്നത് മാസ്റ്റർ ഒരാളിനെ, ഒരു പ്രിസെപ്റ്ററെ എൻ്റെ അടുത്ത് എത്തിച്ച ഒരു അനുഭവം അന്നേരം ഉണ്ടായി. കൂടാതെ ഒരു അഭ്യാസിയായ ഒരാളിനെ എൻ്റെ ബ്രാഞ്ചിൽ തന്നെ, ഞാൻ ബ്രാഞ്ചിൻ്റെ ചീഫ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറായിട്ട് ഒരാളും വന്നു. ഗോപാലകൃഷ്ണൻ എന്നതിൻ്റെ പേര്. അദ്ദേഹം എറണാകുളത്തിനപ്പുറത്ത് ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹവും വന്നു, ഇപ്പുറത്തും വന്നു. അപ്പം ഞങ്ങൾ 3 അഭ്യാസികൾ കരുനാഗപ്പള്ളിയിലായി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെൻറ്റർ ഫോം ചെയ്യുന്നതിന് സഹായിച്ചു. കരുനാഗപ്പള്ളി ഒരു സെൻറ്റർ ഉണ്ട്, ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. 10-25 പേര് കുറച്ച് നാളിനകം അവിടെ വരികയും അങ്ങനെ ഒരു സെൻറ്റർ ആവുകയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടെ കൊണ്ട് സാധിക്കാൻ പറ്റുകയും ചെയ്തു. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആശ്രമങ്ങളിലേക്കൊക്കെയുള്ള യാത്ര അന്ന് തുടങ്ങിയിരുന്നു? അപ്പോൾ ചെന്നൈയിലായിരുന്നല്ലോ അന്ന് നമ്മുടെ. ഇല്ല, അതിനൊരു അവസരം എനിക്ക് കിട്ടിയത് ഈ അവിടുത്തെ ആ ഡോക്ടറുടെ കാര്യം പറഞ്ഞില്ലേ, ഡോക്ടർ ജഗദീഷ്. ജഗദീഷ് ഡോക്ടർ, അദ്ദേഹം ഇപ്പം ഇല്ല. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും എന്നെ അതിന് സഹായിച്ചത്. ഇടയ്ക്ക് സിറ്റിംഗ് എടുക്കാൻ പോയി അങ്ങനെ പരിചയമായി. ചെന്നൈയിൽ പോവാണ്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ പ്രചോദനം തരുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടില്ല, എനിക്ക് വരാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഇത് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ചെന്നു, ഒരു ട്രെയിനിൻ്റെ സമയമൊക്കെ പറഞ്ഞ് ചെന്നു. ഒരു സാധാരണ ഉള്ള ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് രാത്രി ആയപ്പോൾ നമ്മൾ എല്ലാവരും ഉറങ്ങാനൊക്കെ തുടങ്ങിയപ്പോൾ ഒരു പേപ്പർ വിരിക്കുന്നു. അദ്ദേഹം ഒരു സീറ്റിൻ്റെ അടിയിൽ കിടന്നു, ഞാൻ അതിൻ്റെ ഇപ്പുറത്തെ സീറ്റിൻ്റെ അടിയിൽ കിടന്നു. അങ്ങനെ രാവിലെ ചെന്നൈയിലെത്തി. അതൊക്കെ എനിക്ക് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അന്നത്തെ വളരെ പേരിട്ട ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സിംപ്ലിസിറ്റി എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തു. അതിന് ശേഷം ഞങ്ങളവിടെ പോയി മാസ്റ്ററെയൊക്കെ സൺഡേ സത്സംഗമൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടായി എനിക്ക് ആ അന്തരീക്ഷമൊക്കെ. അപ്പം പിന്നെ ഞങ്ങൾ ഈ വരുന്ന ഭണ്ഡാരമൊക്കെ വരുമ്പം പോകാനൊക്കെ ആഗ്രഹം വരിക, അങ്ങനെ പോയി തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന ഗോപാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അദ്ദേഹവും ചിലപ്പോൾ ഞങ്ങൾ ഒന്നിച്ചൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഇതിൻ്റെ ഈ മാസ്റ്റർ എന്താണെന്ന് എനിക്ക് വലിയ പിടിയുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ മാസ്റ്റർ എന്താണ്, അപ്പോൾ ഇവിടെ മുഴുവൻ നമുക്കൊരു പ്രത്യേക അനുഭവമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. മാസ്റ്ററുടെ സ്നേഹമാണ് ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളാണെങ്കിലും പിന്നെ അത് അനുഭവിച്ചു തുടങ്ങി. മാസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണെന്നും അത് വളരെ അറിഞ്ഞിരിക്കേണ്ടതാണെന്നും അതിനെ മനസ്സിലാക്കണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ജനിച്ചൊരു സന്ദർഭമായിരുന്നു അത്. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വേറെ ഒരു അഡ്വാൻറ്റേജ് ഈ പറയുന്ന ഈ സെൻറ്റർ ഉണ്ടാകുന്നത് ഇവിടെ ഉണ്ടാക്കിയതുപോലെ വേറൊരു സ്ഥലത്തേക്കും ഒരു സെൻറ്റർ രൂപീകരിക്കാൻ ഒരു ടീമിൻ്റെ അംഗമാകാൻ അവസരം കിട്ടി. അതെവിടെയെന്ന് വെച്ചാൽ ഞങ്ങളന്ന് താമസിച്ചുകൊണ്ടിരുന്നത് കായംകുളത്തിനടുത്ത സ്ഥലത്താണ്. കരുനാഗപ്പള്ളി ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ ഹരിപ്പാട് എന്നൊരു സ്ഥലത്ത് കുറേ പേർക്ക് ഇതിന് സിറ്റിംഗ് കൊടുക്കാനുള്ള ഒരു സംരംഭം ഒരുക്കി. അപ്പോൾ അതിന് നമ്മൾ ശരിക്കും ഡോക്ടർ കൊല്ലത്തുനിന്ന് വരും, മധുസൂദനൻ സാർ അന്ന് ഒരു ഏറ്റവും സീനിയറായിട്ടുള്ള പ്രിസെപ്റ്റർ, അദ്ദേഹം ആലുവയിൽ നിന്ന് വരും. അപ്പോൾ ഇവർ രണ്ടും കൂടി 10-30 പേർക്ക് അവിടെ ഇരുന്ന് സിറ്റിംഗ് കൊടുത്തു ആ ഒരു ദിവസം. അപ്പോൾ അതിനിച്ചിരി സഹായിക്കാനൊക്കെ പോകാൻ എനിക്ക് അവസരം കിട്ടുകയും പിന്നീട്
ഇപ്പം ഇവരെല്ലാ ദിവസവും വരണമെന്നില്ലല്ലോ എല്ലാ സൺഡേ. അപ്പോൾ ചിലപ്പോൾ വെറുതെ ഇരുന്ന ഒരാൾ സ്റ്റാർട്ട് പറയുക, ദാറ്റ്സ് ഓൾ പറയുക. അപ്പോൾ അതിനൊക്കെയുള്ള അവസരം കിട്ടിത്തുടങ്ങി. അങ്ങനെ ഇരിക്കവേ ഞങ്ങൾ അവിടെ ഒരു സെൻറ്റർ ഫോമായി ഈ ക്രമേണ. അപ്പോൾ ഇതൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. കരുനാഗപ്പള്ളിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. പിന്നെ പോയത് തൃപ്പൂണിത്തുറയ്ക്കാണ്, എറണാകുളത്തേക്ക്. അപ്പോൾ എറണാകുളത്ത് ചെന്നപ്പോൾ ഈ നമ്മൾ ഈ മാസത്തിൽ ഒരിക്കലൊക്കെയുള്ള ഫുൾ ഡേ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ആലുവ ആശ്രമത്തിൽ പോകാൻ തുടങ്ങി. അതും ഒരു വഴിത്തിരിവായിരുന്നു എൻ്റെ ഈ സാധനകളിലും ജീവിതത്തിലൊക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കൂടുതൽ ആളുകൾ, കൂടുതൽ പ്രിസെപ്റ്റർമാർ, കൂടുതൽ അഭ്യാസികളൊക്കെ വരുന്നു. ആക്ടിവിറ്റീസ് കൂടുതലാണ്. പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു, ഓരോരുത്തരും ഇതൊക്കെ. അപ്പോൾ എന്നോട് അതൊക്കെ ചെയ്യാൻ പറയുന്നു. പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ചെല്ലുക, പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചു. അങ്ങനെ ആ ആശ്രമത്തിൻ്റെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അത് നമുക്ക് ആധ്യാത്മികതയ്ക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലായി. അത് നല്ല ചാർജ്ഡായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് വളരെ വളരെ സഹായിച്ചു. പിന്നെ പറഞ്ഞല്ലോ ചെറുപ്പത്തിലെ ഒരു ഇങ്ങനെ നമ്മൾ പുരാണങ്ങളൊക്കെ കേട്ട്, അപ്പോൾ എങ്ങനെയാണ് ഹാർട്ട്ഫുൾനെസ് ചെയ്തു തുടങ്ങിയപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ വഴിന്ന് എപ്പോഴാ അത് തോന്നിയത്? ഏറെക്കുറെ ആദ്യം ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴേ ഞാൻ അന്വേഷിച്ച് നടന്നത് കണ്ടെത്തിയ പോലൊരു അനുഭവമാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ പിന്നോട്ട് ഒരുപാട് നോക്കേണ്ടി വന്നില്ല. പക്ഷേ നമ്മൾ ഇപ്പം വീട്ടിലാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു അഭ്യാസിയായിട്ട് വന്നത്. ഇപ്പം ഭാര്യ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആ ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ ഞാൻ സഹായിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അതിനൊന്നും ഒരു എതിർപ്പും കാണിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വളരെ ഞാനിതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഞാൻ പുസ്തകങ്ങളൊക്കെ വരുത്തി വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് പൊയ്ക്കൊണ്ടേയിരുന്നു ആ സമയത്ത്. അങ്ങനെ വായിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഓർമ്മ? മൈ മാസ്റ്റർ എന്നുള്ള പുസ്തകമാണ് ഞാൻ ആദ്യം വായിച്ചത്. അതിങ്ങനെ വായിച്ചു വരുമ്പോഴത്തേക്കും ഈ മാസ്റ്റർ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അതിൽ നിന്ന് പിടികിട്ടി. കാരണം ചാരുജി അതിനകത്ത് എഴുതുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ മാസ്റ്ററെ കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ ഒരു മാസ്റ്ററും ഒരു ശിഷ്യനും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ പ്രത്യേകതകളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം നമുക്കും നമ്മൾ ഇതുപോലെ ആവണമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരനുഭവമാണ് ആ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടായത്. അത് പലതവണ വായിക്കുമ്പോൾ പല തരത്തിലുള്ള ആശയങ്ങളും നമുക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ ബാബുജിയുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ബാബുജി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ആധ്യാത്മികതയിലുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അവരൊക്കെ എത്ര വലിയ മഹാന്മാരാണെന്നൊക്കെയുള്ള ബോധം വരാൻ തുടങ്ങി. ആദ്യം എന്നെ സിറ്റിംഗ് തന്ന ആ പ്രിസെപ്റ്റർ എനിക്കൊരു ഫോട്ടോ തന്നായിരുന്നു ബാബുജിയുടെ. പക്ഷെ ഫോട്ടോ കൊണ്ട് വെച്ചെന്നല്ലാതെ ഇതാരാണെന്നോ അതിൻ്റെ മഹിമയൊന്നും അറിഞ്ഞില്ല. പിന്നെ ആ ഫോട്ടോ ഒക്കെ കാത്തു സൂക്ഷിക്കാൻ തുടങ്ങി. കാരണം വലിയ വലിയ ആൾക്കാരാണ് ഇവരെന്നുള്ളത് പിന്നെ ബോധ്യം വന്നു തുടങ്ങി. കാരണം അവർ കണ്ടെത്തിയ അത്രയും ഗാഢമായ ആത്മീയത വേറെ ഈ പുരാണങ്ങളിലൊന്നും പ്രതിപാദിക്കുന്നില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് തോന്നി തുടങ്ങി. ഈ ഉള്ളിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് സ്വയം മനസ്സിലാക്കി തുടങ്ങിയത്? അത് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ഔദ്യോഗിക കാര്യങ്ങളിലാണ്. വീട്ടിലും ഇടപെടുന്ന രീതികളിലൊക്കെ ഞാൻ പയ്യെ മാറാൻ തുടങ്ങി. ഈ 10 മാക്സിംസ് ഒക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ഇതുപോലൊക്കെ പോകുമ്പോൾ ഈ 1 ഡേ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴൊക്കെ അത് അവിടെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെ നിത്യജീവിതത്തിൽ പകർത്താനുള്ള ഇപ്പം നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട്. ഇപ്പം പകർത്തുമ്പോൾ ഇപ്പോൾ 10 പ്രമാണവും ഒന്നിച്ച് പഠിച്ച് ഒരുപോലെ ചെയ്യണം എന്ന് ഇല്ല എന്നും, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി തോന്നുന്നത് പരിശീലിച്ച് തുടങ്ങൂ എന്നുള്ളൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ ഈ 10 എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വായിക്കും. അതിൻ്റെ ഒരു കോപ്പി ഞാൻ പോക്കറ്റ് വെച്ച് കൊണ്ട് നടക്കാറുണ്ട് ആ സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എളുപ്പമുള്ളത് പഠിച്ചിട്ട് പിന്നെ പ്രയാസമുള്ളത് ഈ 5, 7 ഒക്കെ വരുമ്പോഴത്തേക്ക് അതിൽ സംശയങ്ങൾ വരാൻ തുടങ്ങി. ഇതെങ്ങനെ ശരിയാവും? നിങ്ങൾക്ക് ഇപ്പോൾ 5-മത്തെ നമുക്ക് ദുരിതങ്ങളെ നന്മയ്ക്കുള്ളതാണെന്ന് കരുതണമെന്ന് തുടങ്ങി മനസ്സിലാക്കാൻ കുറേ സമയം എടുത്തു. അതുപോലെ നിങ്ങൾക്ക് 7-മത്തതിൽ പറയുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തെങ്കിലും അവരോട് പ്രതികാരേച്ഛ പുലർത്തരുത്.
അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ അത് മനസ്സിലാകുന്നവരെ അത് ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗാഢ അർത്ഥം കിട്ടുകയും നന്നായി അത് പ്രയോഗത്തിൽ നിത്യജീവിതത്തിൽ പകർത്താൻ കഴിയുന്നുണ്ടെന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ചാരിജിയുടെ ഒരു ടോക്കിൽ പറയുന്നുണ്ട്, യു ടേക്ക് മാസ്റ്റർ ടു യുവർ വർക്കിംഗ് പ്ലേസ് എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏത് കാര്യത്തിലും മാസ്റ്ററേയും കൊണ്ട് പോവുകയാണ്, മാസ്റ്ററെ നിങ്ങളുടെ അടുത്തുണ്ടെന്നുള്ള വിചാരത്തോടു കൂടി ചെയ്യുവാണെങ്കിൽ അത് അതിൻ്റെ ഫലപ്രാപ്തി വളരെ കൂടുതലായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കത് വളരെ നന്നായി ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ട് ഇഷ്ടംപോലെ അനുഭവങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇപ്പം എൻ്റെ ബാങ്കിൽ തീരെ മോശമല്ലാത്ത ഒരു റേറ്റിംഗ് എനിക്കുണ്ട് ആ സമയത്തൊന്നും എനിക്കറിയാം. പക്ഷേ ഞാനങ്ങ് വലിയ ബഹളം വെച്ചൊന്നും അവിടെ ഒന്നും ചെയ്യുന്ന ഒരു സ്വഭാവമില്ല എനിക്ക്. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് എൻ്റെ ജോലികൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ കുറച്ച് ട്രബിൾസം എന്ന് ബാങ്ക് വിചാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്നെ ഈ ഒരു സീനിയർ ലെവൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയവർ. കരുനാഗപ്പള്ളി പോയപ്പോഴൊക്കെ അവിടെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഈ നമ്മുടെ സ്റ്റാഫിനെ എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകുന്നതിനുള്ള എന്തോ ഒരു വിദ്യ പ്രയോഗിച്ചിട്ടുണ്ട് ഞാനവിടെ. എന്നുവെച്ചാൽ എനിക്കതിനുള്ള ആശയങ്ങൾ പെട്ടെന്ന് വരാൻ തുടങ്ങി. അപ്പോൾ അവർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ ബാങ്കിനെന്ന് പറയുന്ന ഒരു സർവീസ് കൊടുക്കേണ്ട ഒരു സ്ഥാപനമാണല്ലോ. അപ്പോൾ ഈ വരുന്ന കസ്റ്റമറിന് തൃപ്തി കൊടുത്ത് വിടാൻ കഴിഞ്ഞാലേ നമുക്ക് ബിസിനസ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ സ്റ്റാഫിനെ ഇടയ്ക്കിടയ്ക്ക് ഇരുത്തി ഇങ്ങനെ പല രീതിയിൽ അവരോട് ഞാൻ ഇൻറ്ററാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനു മുൻപ് അടുത്തിരിക്കുന്ന ആളിന് എന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാത്ത ഈ സ്വഭാവമുള്ള ആൾക്കാർ പോലും പിന്നെ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുവാനും ഒരാളില്ലെങ്കിൽ മറ്റേ ആൾ സഹായിക്കാനും. ഇപ്പോൾ കസ്റ്റമർ തന്നെ വന്നു കഴിഞ്ഞാൽ ഏത് കസ്റ്റമർ വന്നാലും ആരും പോയി നിങ്ങളെന്തിനാ വന്നത് ചോദിക്കാനൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു. അവിടെ കസ്റ്റമർ സർവീസ് ഇമ്പ്രൂവ് ചെയ്ത വഴി ബിസിനസ് കൂടി. അപ്പോൾ അവിടെ അങ്ങനെ പലരും അതിനെ പ്രകീർത്തിക്കാൻ തുടങ്ങി, ആ ബ്രാഞ്ചിൻ്റെ പെർഫോമൻസ്. അതുപോലെ ഈ ഓഡിറ്റ് റേറ്റിങ്ങിലൊക്കെ ഏറ്റവും താഴെ നിന്ന് ഏറ്റവും മുകളിലത്തെ ലെവലിൽ എത്തി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ അത് നല്ല പെർഫോമൻസായിട്ട് അവർ കാണാൻ തുടങ്ങി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്കും ഒരു സംതൃപ്തി ഉണ്ടായി അതിൽ. അപ്പോൾ അതിന് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മാസ്റ്റർ ആണെന്നുള്ള ഒരു വിചാരവും ഉണ്ടായിരുന്നു ഇങ്ങനെ പറയുമ്പോൾ. തൃപ്പൂണിത്തുറ പോയപ്പോഴും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഏറെക്കുറെ സമാനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തത്. അവിടെ എനിക്ക് പിന്നെ അവിടെ കിട്ടിയെന്ന് വെച്ചാൽ ഈ കുറച്ചുകൂടെ വലിയ സെൻറ്ററും അഭ്യാസമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോയത്. അപ്പോൾ തൃപ്പൂണിത്തുറ ഇരിക്കുമ്പോഴാണ് ശരിക്കും ഈ പറയുന്ന ആലുവ ആശ്രമത്തിലൊക്കെ പോകാനുള്ള സന്ദർഭങ്ങൾ വന്നത്. അതൊക്കെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ എനിക്ക് വളരെ പ്രചോദനം തന്ന സന്ദർഭങ്ങളായിരുന്നു. മാത്രമല്ല ഈ തൃപ്പൂണിത്തുറയിൽ ഇരിക്കുമ്പോഴാണ് എന്നെ പ്രിസെപ്റ്ററാക്കുന്നത്. അപ്പോൾ ആ പ്രിസെപ്റ്ററായ സമയത്ത് പ്രിസെപ്റ്റേഴ്സൊക്കെ അന്ന് കുറവാണ്. എന്നെ പ്രിസെപ്റ്ററാക്കുമ്പോൾ കേരളത്തിലെ പ്രിസെപ്റ്റർമാരുടെ എണ്ണം 66 ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ അത് 500 ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോൾ അല്ലേ 500 പേര് കൂടുതലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാരണം ദൂരത്ത് സ്ഥലങ്ങളിലേക്കൊക്കെ പോയാലേ നമുക്കത് അഭ്യാസികളെയൊക്കെ വേണ്ടുന്ന സേവനം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പ്രിസെപ്റ്ററായപ്പോൾ ഞാനും കൂടെ ഉള്ളപ്പോൾ രൂപം കൊണ്ട ഹരിപ്പാട് പോയി സിറ്റിംഗ് കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യം വരികയും ഞാനത് തയ്യാറാവുകയും ചെയ്തു. അന്ന് ബാങ്കിലൊക്കെ ശനിയാഴ്ച എല്ലാം ഹാഫ് ഡേ ആണ് ആ സമയത്ത്. അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് നമ്മൾ ഊണം കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഹരിപ്പാട്ട് പോകും. അവിടെ അന്ന് അവർ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെല്ലാം ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി സമയം അലോട്ട് ചെയ്തൊക്കെ വെച്ചേക്കും. അപ്പോൾ അങ്ങനെ ആ അലോട്ട്മെൻറ്റ് രൂപത്തിൽ അവരിങ്ങനെ 1-2 പേര് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അന്ന് ഒറ്റയ്ക്ക് തന്നെ എല്ലാവർക്കും സിറ്റിംഗ് കൊടുക്കും. 10-30 പേര് കാണും അവർ. അങ്ങനെ കൊടുത്ത് ചിലപ്പോൾ നമ്മൾ രാത്രി ഒരു 8-9 മണി വരെയൊക്കെ സിറ്റിംഗ് കൊടുത്ത് അവിടെ അവർ തന്നെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കിടന്ന് അവിടെ ഒരു വൈദ്യശാലയുടെ മുകളിലൊരു റൂമിലാണ് നമ്മൾ സെൻറ്റർ നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങും. ആദ്യ കാലങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ രാത്രി കിടക്കും. അങ്ങനെ അത് കുറേ നാൾ കടന്നുപോയി. അപ്പോൾ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മറക്കാൻ വയ്യാത്ത ഒരു സംഭവം ഉണ്ടായി. എന്നെങ്ങനെ വെച്ചാൽ അവിടുന്ന് ഞാൻ ഒരു ദിവസം ഈ രാത്രി ഞായറാഴ്ച രാവിലെ സിറ്റിംഗ് കഴിഞ്ഞിട്ട് 9 മണിക്കാണ് സത്സംഗം.
അപ്പോൾ ഏറെക്കുറെ ആ സിറ്റിങ്സും സത്സംഗവും അവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അങ്ങ് തിരിച്ചു പോകുന്നത്. അന്ന് വൈകുന്നേരം ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനെ എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും അത് ഒരു ബൈപ്പാസ് സർജറിയിലേക്ക് അവസാനം എത്തുകയും ചെയ്തു. 20 കൊല്ലത്തിന് മേലെയായി ഈ സംഭവം നടന്നിട്ട്. എനിക്ക് ഒരു അനുഭവം എന്ന് പറയുന്നത്, ഇപ്പം എനിക്കിത് വന്നെങ്കിലും ഞാനിതിന് ഒട്ടും ഭയപ്പെട്ടിട്ടില്ല. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് എനിക്ക് ഏറെക്കുറെ ബോധ്യം വന്നിരുന്നു. പക്ഷേ എനിക്ക് വലിയൊരു ക്ഷീണമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അടുത്തൊരു തൊട്ട് നടക്കാവുന്നൊരു ഹോസ്പിറ്റലിൽ ഞാൻ പോയി. അപ്പോൾ എൻ്റെ വൈഫൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞായിരുന്നു. അവരിത് കണ്ടുപിടിക്കുകയും അവർ വേഗം എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അവർ മരുന്ന് തരികയൊക്കെ ചെയ്ത് അങ്ങനെ അത് മാനേജ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ആ ഡോക്ടറും മറ്റും എൻ്റെ ബന്ധുക്കളോടൊക്കെ പറയുന്നത് ഇത് വളരെ കുഴപ്പമുള്ള കേസാണ്, ചിലപ്പോൾ 48 മണിക്കൂറോ കഴിഞ്ഞ് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം ഭയപ്പെട്ടു. അവിടെ ഉള്ള ഒരനുഭവം എന്ന് പറയുന്നത്, ഇത് പെട്ടെന്ന് അവിടെ വാർത്ത വരുന്നു. അവിടെയുള്ള അഭ്യാസികളെല്ലാവരും വരാൻ തുടങ്ങി. ഹോസ്പിറ്റൽ മൊത്തം അഭ്യാസികളായി. ഒരുപാട് പേര് വരാൻ തുടങ്ങി. അപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിത് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്ക് കൂടെ വന്ന് കുറച്ച് വേദന വന്നു എന്നല്ലാതെ. അപ്പോഴേ ഈ വളരെ അപ്രതീക്ഷിതമായ ഒരു അനുഭവം എന്ന് പറയുന്നത്, മാസ്റ്റർ അടുത്തിരിക്കുന്നു എന്നുള്ളൊരു ബോധം വന്നു എനിക്ക്. അത് വലിയൊരു ധൈര്യം തന്ന അവസരമായിരുന്നു. ഓക്കേ. എൻ്റെ വേദന മാസ്റ്റർ എടുത്തതായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. പിന്നീട് ചാരിജിയായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ് വളർന്നത് പിന്നീടൊക്കെ? ശരിക്കും 1-2 പ്രിൻസിപ്പിൾ ഞാൻ ഫോളോ ചെയ്തിരുന്നു. അതായത് മാസ്റ്റർ വരുമ്പോൾ നമ്മൾ തള്ളി കയറിയിട്ടുണ്ട് ഞാൻ കുറച്ച് നാൾ. അവിടെയൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ തള്ളി കയറി മാസ്റ്ററെ നോക്കാൻ പോകുമല്ലോ. മാസ്റ്ററെ കാണണമെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ ഇരിക്കാനൊക്കെ പോകും. അപ്പോൾ ആദ്യം അങ്ങനെയൊക്കെ 1-2 തവണ പോയെങ്കിൽ ഇത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങി. കാരണം മാസ്റ്റർമാർ അത്രയും പേര് സേവനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ ഒരാൾ അങ്ങനെ മുന്നിൽ പോകാൻ പാടില്ല എന്ന് വിശ്വസിച്ചു തുടങ്ങി ഞാൻ. അപ്പോൾ എനിക്ക് എവിടെ കിട്ടുന്ന സീറ്റിൽ ഇരിക്കുക, അങ്ങനെ ഒരു ഇതിലെ പെട്ടില്ല. ഞാൻ ഒരു സ്ഥലത്തും മാസ്റ്ററെ കാണാൻ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ എല്ലാവരെയും കാണാൻ അനുവദിക്കുന്ന സമയമുണ്ടല്ലോ ചില സമയങ്ങളിൽ. ചിലപ്പോൾ പറയും കേരളത്തിൽ നിന്ന് വന്നവരല്ല വരട്ടെ എന്ന് പറയും. അങ്ങനെ അതിലുള്ള കൂടെ കയറി പോയിട്ടേ ഉള്ളൂ ഞാൻ. അങ്ങനെ ഉള്ളൊരു ബന്ധമാണ്. പിന്നെ മാസ്റ്റർ അടുത്ത് ശരിക്ക് പോകുന്നത് പ്രിസെപ്റ്ററാക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഈ പറയുന്ന ഗോപാലകൃഷ്ണ പിള്ള എന്ന് പറഞ്ഞ ആളെ എന്നെ കൂടെ ഒന്നിച്ചാ പ്രിസെപ്റ്ററാക്കാൻ വിളിച്ചത്. അന്ന് ഇതുപോലത്തെ പ്രിസെപ്റ്റർഷിപ്പ് അല്ല അന്ന്. അന്ന് നേരിട്ട് നമ്മളെ വിളിക്കുക, ഒരു കുറച്ച് ദിവസം അവിടെ താമസിക്കാൻ പറയും. ചെന്നൈ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ താമസിക്കണം നമ്മൾ. എന്നിട്ട് നമുക്ക് അന്ന് ഫുൾ പ്രിസെപ്റ്റർ എന്നും പ്രിഫെക്റ്റ് എന്നും പറയുന്ന 2 തരം പ്രിസെപ്റ്റേഴ്സാണ്. ഈ ഫുൾ പ്രിസെപ്റ്റേഴ്സിന് മാത്രമേ ഇതുപോലെയുള്ള കാൻഡിഡേറ്റ്സിന് സിറ്റിംഗ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരയ്ക്കും അവർ സിറ്റിംഗ് കൊടുത്തിട്ട് നമ്മുടെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമ്മളവിടെ താമസിച്ചിട്ട് ഒരു ദിവസം മാസ്റ്റർ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കുന്നു, മാസ്റ്റർ സിറ്റിംഗ് തരുന്നു, നമ്മൾ പ്രിസെപ്റ്റർ ആക്കുന്നു. അന്ന് ഇപ്പോഴും ഓർക്കുന്നു, അത് ചാരിജൊക്കെ വന്ന് ചാരിജ് തന്നെയാണ് നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ID കാർഡിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ മാസ്റ്റർ നമ്മളെ സിറ്റിംഗ് തരുന്നു. ആ ഒരു അനുഭവമാണ് മാസ്റ്ററിന് അടുത്ത് പോയ അനുഭവം ആദ്യം കിട്ടുന്നത്. അതൊക്കെ നല്ല മറക്കാൻ പറ്റാത്ത പിന്നെ കാര്യങ്ങളാണ്. കൂടുതൽ എങ്ങനെയാണ് നമ്മൾ മിഷന്റെ പ്രവർത്തനങ്ങളിലൊക്കെ പിന്നീട് എങ്ങനെയായിരുന്നു അതിനുശേഷം? തൃപ്പൂണിത്തുറയിലത്തെ ആ, കാര്യങ്ങളാണോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ, ആലുവയില്? തൃപ്പൂണിത്തുറയിൽ നിന്നും എനിക്ക് അവിടെ നിന്നൊരു പ്രൊമോഷൻ കിട്ടി നേരെ ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. ഹെഡ് ഓഫീസ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ തിരുവനന്തപുരത്തെ ആശ്രമം പണിയുന്നതിനുള്ള എല്ലാം സംവിധാനങ്ങൾ ചെയ്തു. അങ്ങനെ പണി തുടങ്ങിയില്ല. അതിന് കല്ലിടാൻ ഞാൻ ഉള്ള സമയത്താണ് ചാരിജി മാസ്റ്റർ അവിടെ വന്നത്. അപ്പോൾ ആ ഫംഗ്ഷനും ഒക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഏറെക്കുറെ പണി ഒരു ഘട്ടം കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ 2 നിലയുള്ള ഒരു കെട്ടിടമാണത്. അപ്പോൾ അടിയിലത്തെ നിലയിൽ നമുക്ക് ഈ ഡോർമിറ്ററിക്ക് വേണ്ടി, മുകളിലത്തെ നിലയിൽ സത്സംഗത്തിന് വേണ്ടിയുള്ള ഒരു രീതിയിലാണ് അത് പണിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നിലയിൽ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സത്സംഗം തുടങ്ങി. ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ അന്നും പ്രിസെപ്റ്ററായിട്ടാണല്ലോ ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രിസെപ്റ്റർമാരുടെ എണ്ണം 2-3 പേരേ ഉള്ളൂ. അപ്പോൾ അവിടെ ആണെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ
നമ്മൾ അവിടെ വന്ന് സിറ്റിംഗ് കൊടുക്കാൻ വേണ്ടി പ്ലാനുണ്ട്. അത് ഞങ്ങൾ റൊട്ടേഷൻ ബേസിസിൽ ശനിയാഴ്ച വന്നിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് വൈകുന്നേരം അവിടെ ഇൻഡിവിജ്വൽ സിറ്റിങ്ങിന് വരുന്നവർക്കെല്ലാം സിറ്റിംഗ് കൊടുത്തിട്ട് പോവുക. എല്ലാ ഞായറാഴ്ചയും അവിടെ വന്ന് സത്സംഗം കൂടുക. അവിടെ ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു ആ ക്യാമ്പസിൽ. അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും സത്സംഗം നടത്തും. അങ്ങനെ അവിടെ നല്ലൊരു അന്തരീക്ഷം വളർന്നു വന്നു. അതുപോലെ തന്നെ ഈ ഫുൾ ഡേ പ്രോഗ്രാമൊക്കെ നമ്മൾ നടത്തി. ഇത് കെട്ടിടം പണി പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു മാസത്തെ ഒരിക്കൽ എല്ലാവരും കൂടുകയും നടത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ അഭ്യാസികളെല്ലാം വളരെ സ്നേഹത്തോടു കൂടി അവിടെ ഇടപെടുന്നത് ഒരവസരമാണ് അവിടെ. അപ്പോൾ അവിടെ കുറച്ച് പ്ലാവും അങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവിടെ തന്നെയുള്ള ഈ പ്ലാവിൽ നിന്ന് കിട്ടുന്ന ചക്ക, കഞ്ഞി അതൊക്കെ വയ്ക്കുക. ഇതിൻ്റെ ഉച്ചയ്ക്ക് അതായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കൊടുക്കുക. അങ്ങനെ അവിടെ അതെല്ലാം ഫുഡൊക്കെ കൊടുത്തുകൊണ്ടേയിരുന്നു. അവിടെ എല്ലാ ഞായറാഴ്ച ചെല്ലുന്നവർക്ക് രാവിലെ എല്ലാ ദിവസവും ഫുഡ് കാണും. ഫുൾ ഡേ ആണെങ്കിൽ ഉച്ചയ്ക്കും ഭക്ഷണം കൊടുക്കും. അങ്ങനെ അവിടെയുള്ള ആ സാഹോദര്യം വളരെ ഒരു നല്ല നിലയിലുള്ളൊരു സാഹോദര്യം അവിടെയുള്ള അഭ്യാസികളുടെ ഇടയിൽ വളർന്നു വരികയും അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ. പിന്നെ ഫാമിലി അപ്പോൾ ബ്രദർ ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകുമ്പോൾ ഫാമിലിയിൽ എങ്ങനെയായിരുന്നു? അവിടെ അതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. 2002 തോന്നുന്നു ആണ് ചാരിജി കേരളം സന്ദർശിക്കാൻ വന്നായിരുന്നു. അപ്പോൾ കൊല്ലം അതിൽ ഒരു മാസ്റ്റർ വരുന്ന ഒരു സ്ഥലമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അന്നേരം മാസ്റ്ററെ കാണണമെന്ന് എൻ്റെ വൈഫിന് തോന്നി. അതുവരെയ്ക്കും വൈഫ് ചേർന്നില്ലായിരുന്നു. അങ്ങനെ തോന്നുകയും നമ്മൾ ജഗദീഷ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി സിറ്റിംഗ് എടുക്കുകയും അങ്ങനെ കാണാൻ വരികയൊക്കെ ചെയ്തു. പിന്നെ അങ്ങോട്ട് അവരും വരാൻ തുടങ്ങി. അപ്പം എൻ്റെ 2 മക്കളാണ് എനിക്ക് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കും ഞാനിങ്ങനെ വായിക്കുന്നതും ഇത് മെഡിറ്റേറ്റ് ചെയ്യുന്നതും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനാരെയും നിർബന്ധിച്ച് വൈഫിനെയും ഇല്ല മക്കളെയില്ല അങ്ങനെ ചേരാൻ നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ അവരിങ്ങോട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് അവരെല്ലാം അഭ്യാസികളായിരുന്നു. മക്കളും അഭ്യാസികളായി. അങ്ങനെ പിന്നെ അവർ കല്യാണം കഴിച്ചു വന്ന അങ്ങനെ അവർ ഇപ്പം വിദേശത്താണ്. ഇവിടെ ഇല്ല താനും. പക്ഷേ ഈ കുട്ടിക്കാലത്ത് അപ്പം ഞങ്ങൾ രണ്ടും കൂടി ഇവരെയും കൊണ്ട് ഈ ആശ്രമങ്ങളിൽ പോകാൻ തുടങ്ങി. അതൊക്കെ അവർക്ക് നല്ല ഒരു അനുഭവം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുട്ടികളുമായിട്ട് ഒന്നിച്ച് നടക്കുക. അപ്പോൾ ഒരിക്കൽ എനിക്കൊരു അഡ്വൈസ് തന്നിരുന്നു. അതായത് പ്രിസപ്റ്റർമാരാണ് പറഞ്ഞത്, കുട്ടികൾക്ക് ഇത് സിറ്റിംഗ് കൊടുക്കാൻ പാടില്ലെങ്കിലും ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് അവരെ രാവിലെയും വൈകിട്ടും അത് ശീലിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ സത്സംഗത്തിനൊന്നും പോകാനുള്ള സംവിധാനം അധികമില്ല. ഇപ്പം മോള് താമസിക്കുന്നത് അവളിപ്പോൾ ഉള്ളത് ജർമ്മനിയിലാണ്. ഇങ്ങനെ അവരുടെ ആ ഗ്രൂപ്പിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുകയും അപ്പോൾ അടുത്തൊരു സെന്റർ തുടങ്ങി ഇപ്പോൾ അവളെ വിളിച്ചിട്ടുണ്ട്, അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഔദ്യോഗികമായി എങ്ങനെയാണ് അവസാന കാലഘട്ടം എവിടെയാണ്? തിരുവനന്തപുരത്തായിരുന്നു? അവസാനം തിരുവനന്തപുരത്തല്ല, ഈ തിരുവനന്തപുരത്ത് നിന്നും നേരെ പോയത് പാലക്കാടിനാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ കുറെ ഭാഗങ്ങൾ അത് അവിടെ ഒരു ആശ്രമമുള്ള സ്ഥലത്തേക്ക് പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തന്ന സന്ദർഭമാണ്. അത് മാത്രമല്ല, നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ രീതിയിലുള്ള മേന്മകളാണ് നമുക്ക് അനുഭവിക്കുക. അതിൻ്റെ ഒരു ഭാഗമാകുക. അവിടെയും അന്ന് വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശ്രമമാണ്. ആശ്രമം പണിയെല്ലാം കഴിഞ്ഞ്. പക്ഷെ ഞാൻ ഈ എറണാകുളത്തുള്ളപ്പോൾ ആ ആശ്രമത്തിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ആശ്രമത്തിൽ പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയും പോകുന്ന ഒരു സ്ഥലമായി മാറി. നമുക്കൊക്കെ അത് വലിയ ഒരു ആധ്യാത്മിക പുരോഗതിക്ക് വളരെ സഹായിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണത്. അവിടെയും ഇതുപോലെ കൂടുതൽ അഭ്യാസികൾ വരും, കൂടുതൽ പ്രിസപ്റ്റർമാരുണ്ട്. അപ്പോൾ അവർക്ക് സേവനം കൊടുക്കാൻ, അതുപോലെ നമ്മൾ വീടൊക്കെ അതിനടുത്ത് വീടെടുത്തിട്ടാണ് സാധാരണ നമ്മൾ താമസിക്കുക. അപ്പോൾ വീട്ടിലെ അഭ്യാസികൾ വരിക, സിറ്റിംഗ് എടുക്കുക. അതുപോലെ നമ്മൾ ഔദ്യോഗിക സമയം അല്ലാത്ത സമയം നോക്കിയിട്ട് അവർ വിളിച്ചിട്ട് വരിക. അങ്ങനെ അവിടെ എപ്പോഴും ഔദ്യോഗിക ജോലിയെ ഒട്ടും ബാധിക്കാതെ നമ്മുടെ ഈ പറയുന്ന പ്രിസപ്റ്റേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ എനിക്കുള്ളൊരു നല്ല അത് കഴിഞ്ഞിരുന്നു. അത് എല്ലാവരുടെയും സഹായം കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്ര നാളത്തെ ഒരു അഭ്യാസ ജീവിതത്തിലൂടെ ബ്രദറിന് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും 1-2 കാര്യങ്ങൾ പറയാം? തീർച്ചയായിട്ടും. നമ്മൾക്കൊരു ശരിക്കും പണ്ടത്തെക്കാൾ ഇപ്പോൾ
ഒരുപാട് ആളുകളിലേക്ക് ഹാർട്ട്ഫുൾനെസ് എത്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ദാജി അതിന് വേണ്ടുന്ന ഒരുപാട് പ്രചോദനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പല ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും മുമ്പും ഉള്ളതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വെളിയിൽ ആരും സംസാരിക്കുന്നില്ല. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പരസ്യപ്പെടുത്തൽ ഉണ്ടായിരുന്ന ഒരു കാലമല്ല അന്ന്. അത് കേട്ടറിഞ്ഞോ അനുഭവിച്ചോ വരുന്നവർ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ അതിനും ഒക്കെ ഒരുപാട് മുകളിലേക്ക് പോയിട്ട് ഇതിൻ്റെ പ്രാധാന്യം എല്ലാ അഭ്യാസികളിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ. അപ്പോൾ അതിന് എല്ലാവർക്കും അതിനൊരു കടമയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു ഒരാൾ അഭ്യാസിയായത് മുതൽ അവിടെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും, പ്രിസെപ്റ്ററായാലും അഭ്യാസിയായാലും ഏത് ഫങ്ഷണറി ആയാലും മാസ്റ്ററുടെ ഒരു ദൗത്യമാണത്, ഈ ഹാർട്ട്ഫുൾനെസ്സിനെ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ വീടുകളിലും ഒരു പ്രിസെപ്റ്റർ വേണമെന്ന് ഒരിക്കൽ ബാബുജി പറയുകയുണ്ടായി. ഏറെക്കുറെ ആ ലക്ഷ്യം സഫലമാവാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കൂട്ട് വെറുതെ ഇരുന്നിട്ട് വരുന്ന ആളിന് സിറ്റിംഗ് കൊടുത്താൽ പോരാ. നമ്മളുടേതായ പല രീതിയിലും നമ്മളതിനെ ഇപ്പം ഉദാഹരണമായിട്ട് സ്കൂളുകൾ, കോളേജുകൾ, അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടാതെ മറ്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ പ്രോഗ്രാംസും മറ്റും നടത്തി ഇതിന് ഇപ്പോൾ ഒരു ദിവസം ഒരു പ്രോഗ്രാം നടത്തി നമുക്ക് എന്താണ് സഹജമാർഗം എന്നുള്ള രീതിയിൽ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് പ്രചോദനം കിട്ടുന്നവർക്ക് പിന്നെ 3 ദിവസത്തേക്ക് സിറ്റിംഗ് കൊടുക്കാൻ വരിക, അതൊരു രീതി. വേറൊന്ന്, ശരിക്കും നമ്മൾ ഒരു എഫർട്ട് എടുക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ പോകുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒന്നിച്ചവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 3 ദിവസം പോയി സിറ്റിംഗ് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ അവലംബിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഒരു ടീം ഫോർമേഷൻ നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഒരു ടീം എപ്പോഴും ഏത് രീതിയിലായാലും ഒന്നുമില്ല, നമ്മുടെ ഒരു സെൻറ്ററിൽ രൂപീകരിക്കാൻ അല്ലെങ്കിൽ സന്നദ്ധരായ ഒരു കൂട്ടർ എപ്പോഴും വേണം. അതിനുള്ള പ്രിസെപ്റ്റർമാരുടെ സപ്പോർട്ട്, വോളണ്ടിയേഴ്സ്, അപ്പോൾ ഇതെല്ലാം അതിനുള്ള ചുറ്റുപാട് ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ അനുകൂലമായ പ്രതികരണമാണ് ആളുകളിൽ നിന്നും കിട്ടുന്നത്. കൂടാതെ ഈ സ്ഥാപനങ്ങളിൽ നമ്മൾ പോകുന്തോറും ഈ പ്രസ്ഥാനം അവർക്ക്, അഥവാ ഈ ഹാർട്ട്ഫുൾനെസ് പരിശീലകരാണ് ഉദാഹരണമായിട്ട് അവിടുത്തെ സ്റ്റാഫ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഉടമസ്ഥർക്ക് ഫീൽ ചെയ്ത് തുടങ്ങി, ഇവരെ കൊണ്ട് നമുക്ക് നന്മയാണ് ഉണ്ടാകുന്നത്, അവരുടെ പ്രവർത്തനശേഷി വർദ്ധിക്കുന്നുണ്ട്, അവരുടെ ഇടയിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും വളരുന്നുണ്ട്, അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസം ആ കമ്പനി മാനേജ്മെൻറ്റുകൾക്ക് വന്നു തുടങ്ങി. ഇപ്പോൾ സ്കൂളുകളിൽ അധ്യാപകർക്ക് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴി പല സ്കൂളുകളിലും അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു തുടങ്ങി, ഞങ്ങളുടെ സ്കൂളിൽ ഇതൊന്ന് നടത്തണേ എന്ന് പറയുന്ന രീതി. അതുപോലെ ചില സ്ഥലങ്ങളിലാണെങ്കിൽ വീക്കിലി സത്സംഗത്തിന് അവർ അവസരം തരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഡെയിലി സത്സംഗം തന്നെ നടത്തുന്ന സ്കൂളുകളുണ്ട് ഇപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും. അങ്ങനെ പോകുന്നു ഇത്. കൂടാതെ ചില സ്ഥാപനങ്ങളിൽ, ഉദാഹരണമായിട്ട് IIT ഈ കോഴിക്കോട്, അവിടെ ആണെങ്കിൽ ദിവസവും സത്സംഗം നടത്താൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഭ്യാസികളാക്കുക, അവർ അവിടെ പോയി സത്സംഗത്തിലിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പം ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും ഈ ഹാർട്ട്ഫുൾനെസ്സിന് വളരെയധികം സ്വീകാര്യത വന്ന് കൊണ്ടിരിക്കുന്നു. അത് ദിവസേന കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മളെല്ലാ അഭ്യാസികൾക്കും ഒരു ഉത്തരവാദിത്വം പോലെയാണ്, നമ്മൾ ആവുന്നത്ര ആൾക്കാരെ ഇത് പഠിപ്പിച്ച് ആ മേന്മ അവർക്ക് കിട്ടാൻ ഇടവരുത്തട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ധാരാളം പേരിലേക്ക് ഇത് എത്തട്ടെ. വളരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മിഷനിൽ നിന്നും വളരെ ഫ്രീ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ആരും ഒരു ഫീസും ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക, മെഡിറ്റേഷൻ വിത്ത് പ്രാണഹൂതി അടിച്ചാൽ വേറൊന്നും വരത്തില്ല, ഹാർട്ട്ഫുൾനെസ് എന്ന് വരും. ജസ്റ്റ് സെർച്ച് ചെയ്താൽ അതിൻ്റെ അർത്ഥം പ്രാണഹൂതിയോടുകൂടി ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ
ഹാർട്ട്ഫുൾനെസ് മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ പ്രാഗൽഭ്യത്തെയാണ് കാണിക്കുന്നത്. കാരണം ആരാണോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത്, പ്രാണഹൂതിയുടെ സഹായത്താൽ അയാളുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾ ദ്രുതഗതിയിൽ വരുന്നു. അപ്പോൾ അതിനനുസരിച്ച് സ്വഭാവ രൂപീകരണത്തിലൂടെ അയാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വളരെ ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം കിട്ടുമെന്നുള്ളത് ഏറെക്കുറെ വളരെ എല്ലാവർക്കും അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അവർ പറയുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ പണ്ടൊക്കെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഈ എല്ലാത്തിൽ നിന്നും വിട്ടുപോകുന്നു എന്നുള്ളൊരു രീതിയിലാണ് കണ്ടിരുന്നത്. ഇതങ്ങനെയല്ല. ആധ്യാത്മികതയും ഭൗതികതയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് നമ്മൾ പറയുന്നത്. ഒരു പക്ഷിയുടെ 2 ചിറക് പോലെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം. പിന്നെ അനുഭവം പറയുകയാണെങ്കിൽ നമ്മുടെ ആധ്യാത്മികത പുരോഗതി വരുംതോറും അവരുടെ ഭൗതിക സംതൃപ്തിയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വാക്കുകളിലൂടെ നമുക്ക് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി. വളരെ നമസ്കാരം. നന്ദിയുണ്ട് നിങ്ങൾ.